എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതും നമ്മൾ തമ്മിൽ കാണുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 വർഷത്തെ വർക്ക് പെർമിറ്റിന് ശേഷം നമ്മുടെ കോൺട്രാക്റ്റ് എല്ലാം ഇവിടുത്തെ വർക്കിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയോ അതോ ഇപ്പോഴും കാനഡയിലാണോ, ഞങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നും ഒരു വർക്ക് ഇവിടെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല നിലവിൽ കാനഡയിലെ അവസ്ഥ എന്താണ്, കാരണം ഒരുപാട് നെഗറ്റീവ് വീഡിയോസാണ് നമ്മളിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. അതായത് കാനഡയിൽ ഫുൾ ഇന്ത്യൻസ് ആയെന്നും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഭയങ്കര കഷ്ടമാണ്, PR കിട്ടില്ല, ജോലി കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ വാക്ക് വിത്ത് അനൂപ് എന്ന ഈ ചാനലിൽ നമ്മൾ കാനഡയെ പറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുറേ വീഡിയോസ് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഏകദേശം 6 to 8 months കൂടുതലായി നമ്മൾ ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും നമ്മളത് ചോദിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കുമായിരുന്നു. നിങ്ങൾ നിലവിൽ എവിടെയാണ്, നിങ്ങളുടെ 2 വർഷത്തെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞോ, നിങ്ങൾ കാനഡയിലാണോ നാട്ടിലാണോ, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വാട്സാപ്പ് വഴിയും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വസ്റ്റ്യനുള്ള മറുപടിയായിട്ട് എന്നെ തുടങ്ങാം. ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ചത്. നമ്മൾ 3 അംഗ ഫാമിലി 4 അംഗത്തിലായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫാമിലി ആവാൻ വേണ്ടി നേരത്തെ ഞങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, ഒരു മോന് 5 വയസ്സുള്ള ഒരു മോനുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ ക്യൂട്ടി കുഞ്ഞ് പിറന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ബ്യൂട്ടിഫുൾ ഗേളായിരുന്നു. അപ്പം ഈ ഒരു കാരണത്താലാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ആ സമയം കുറേ തിരക്കായിരുന്നു. കുഞ്ഞിൻ്റെ സ്കൂൾ തുടങ്ങി, ആദ്യമായിട്ടാണ് അവൻ ഇവിടെ സ്കൂളിൽ പോകുന്നത്. സെപ്റ്റംബർ മാസമാണ് ഇവിടെ സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 14th വൈഫിൻ്റെ ഡെലിവറി. അപ്പം അതെല്ലാം കൂടെ ആയിട്ട് ആകെപ്പാടെ ഫുള്ള് ടൈറ്റും കുളവും പിന്നെ എന്തു പറയുക ഓഫീസിലെ വർക്കും എല്ലാം കൂടെ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ കുഞ്ഞുണ്ടായി. അതിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ പ്രഗ്നൻസി റിലേറ്റഡ് എന്തൊക്കെയാണെന്നും ഹെൽത്ത് റിലേറ്റഡ് എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അങ്ങനെ ആദ്യത്തെ കുറച്ച് ഇനിഷ്യൽ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഇവിടെ വരികയുണ്ടായി. അവർക്ക് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തു. അങ്ങനെ അവരിവിടെ എത്തി. അങ്ങനെ അവരെ കൊണ്ട് കാനഡ ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. ഒരു ഫോൾസിൻ്റെ സമയമാണ് ഇവിടെ വന്നത്. വിൻറ്റേഴ്സിൽ അവരിവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി. നയാഗ്ര ഫോൾസിൽ പോയി. നമ്മുടെ ഇവിടുത്തെ ടൊറൻറ്റോയിലെ മെയിൻ സ്ഥലമായ CN ടവർ അല്ലെങ്കിൽ റിപ്ലീസ് അക്വേറിയം. പിന്നെ വിൻ്ററിൽ ഇവിടെ ക്രിസ്മസിന് ഭയങ്കര ഉത്സവമാണ്. 1 മാസം മൊത്തം പല സ്ഥലങ്ങളിലും മാർക്കറ്റ്സും പല സ്ഥലങ്ങളിൽ ഈ ക്രിസ്മസ് റിലേറ്റഡ് ലൈറ്റ്സ് കാര്യങ്ങൾ, കാനഡാസ് വണ്ടർലാൻഡ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. അങ്ങനെ അടിച്ച് പൊളിച്ചു 2-3 മാസം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ അതിനെപ്പറ്റി ഒരു കണ്ടൻറ്റിനെ പറ്റി റിസർച്ച് ചെയ്ത് കുറേ നോക്കി മാത്രമേ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഇല്ലായിരുന്നു. പിന്നെ ജോലി തിരക്കും കൂടെ നല്ല രീതിക്കായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. കാരണം ഇവിടെ റിസഷൻ ഹിറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ആ സമയത്തൊക്കെ റിസഷൻ വരുമെന്ന്. എന്നാൽ ഒക്ടോബർ ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഭയങ്കര ടൈറ്റായി. ഇപ്പം ഇന്നേ വരെ ഏകദേശം ഒരു 400 പേരിൽ കൂടുതൽ ആൾക്കാരെ അവർ തിരിച്ചു പറഞ്ഞു വിട്ട് കഴിഞ്ഞു ഇവിടുന്ന്. അപ്പം എന്താണ് ഇവിടുത്തെ നിലവിലത്തെ അവസ്ഥ, അതും കൂടെ ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം. അങ്ങനെ ആയിരുന്നു ആ സിറ്റുവേഷൻ. എംപ്ലോയീസ് കുറവ്, വർക്ക് ലോഡും കൂടുതൽ, അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഒരു ജാനൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലേക്ക് പോയി. ഞങ്ങളല്ല, വൈഫ് നാട്ടിലേക്ക് പോയി. വൈഫും പിള്ളേരും അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയി. അങ്ങനെ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും വെക്കേഷൻ കിട്ടി. അങ്ങനെ നാട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോമും ബാക്കി കുറച്ച് ദിവസം ലീവും എടുത്തു. 1 മന്തിലേക്ക് പോയതാണ്. പക്ഷേ ഞങ്ങൾ പോയി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി. ഞങ്ങൾ പോയതും ആദ്യം തുടങ്ങിയത് ഗുരുവായൂരിൽ നിന്നാണ്. ഗുരുവായൂരിൽ പോയി കുഞ്ഞിന് ചോറ് കൊടുത്തു. ഗുരുവായൂർ പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു ട്രിപ്പായിരുന്നു. എൻ്റെ ചേട്ടൻ UK യിലാണ്. അപ്പോൾ UK നിന്ന് പുള്ളിക്കാരനും വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഗോവയിലാണ് ഫസ്റ്റ്. ഞങ്ങൾ വെക്കേഷൻ നല്ല രീതിക്ക് അവിടെ 1 ആഴ്ചത്തോളം ഞങ്ങൾ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് മുംബൈയിലേക്കാണ്. മുംബൈയിൽ താനെയിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ ഏകദേശം 1 ആഴ്ചയോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചു വന്നു. ചേട്ടൻ തിരിച്ച് UK യിലേക്ക് പോയി. കാരണം പുള്ളിക്കാരൻ ഒരു 2 weeks 3 weeks ഒക്കെ ലീവ് ഉള്ളായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ യഥാർത്ഥ കറക്കം തുടങ്ങി. യഥാർത്ഥ കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പാരൻസ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു 3 മന്ത്സോളം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലും വെളിയിൽ പോയി ഫുഡ് കഴിക്കുക, നാട്ടിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് പോയത്, എവിടെയൊക്കെ പോകണം, ഏതൊക്കെ ജില്ലകളിൽ പോയാൽ എവിടെയൊക്കെ കഴിക്കണം എന്നൊക്കെ. അപ്പം കുറേ സ്ഥലങ്ങൾ, പണ്ട് പോകുന്ന സ്ഥലങ്ങൾ, അതായത് വാഗമൺ, മൂന്നാർ, ഇതൊക്കെ നമ്മൾ സ്ഥിര സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി. പിന്നെ ഈ പ്രാവശ്യം പോയപ്പോൾ കൊടൈക്കനാൽ പോയി, വൈഫിൻ്റെ ഇൻലോസുമായിട്ട് കൊടൈക്കനാലെല്ലാം പോയി. നല്ലൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു അതും. അത് കഴിഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യ പിടിക്കാമെന്ന് വിചാരിച്ചു. നേരെ വിട്ടു ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ ഒരു 4 ഡേയ്സ് ഡൽഹിയൊക്കെ കറങ്ങി അടിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ മാത്രം, അതായത് ഞാനും വൈഫും കുട്ടികളും മാത്രം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോയത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയി ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈഫിന് കാണണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 3 ഡേയ്സ് ഞങ്ങൾ അവരെ വീട്ടിൽ സ്റ്റേ ചെയ്യുകയും ഒരു 4 ഡേയ്സ് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ ആ പരിസരത്ത് സ്റ്റേ ചെയ്യുകയും. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാണാൻ പറ്റുന്ന അവസരമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പോകണം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഗോൾഡൻ ടെമ്പിൾ. അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൽ പോയി ഒരു 3 ഡേയ്സൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയത് വാഗാ ബോർഡർ, ഭയങ്കര ഹരമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് ആ ഇന്ത്യ എന്നൊരു വിളി നമുക്കിങ്ങനെ ചെവിയിലിങ്ങനെ റിവർബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അവിടെയൊക്കെ പോയി അടിച്ച് പൊളിച്ചു. ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പം കാനഡയിൽ വന്നപ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായത്. കാരണം ഞങ്ങളുടെ വിസ ജൂണിന് തീരുകയാണ്. ജൂൺ 10-ാം തീയതി ഞങ്ങളുടെ വിസ തീരുകയാണ്. അപ്പം ഞങ്ങൾ വന്നത് April 7th ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ 3 മന്ത്സ് ഇല്ല, 3 മന്ത്സിൽ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മന്തിലേക്കാണ് പോയത്, എന്നാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും 2 മന്ത്സ് ആയി. അപ്പോഴത്തേക്കും നമ്മൾ ആ 3 മന്ത്സ് ഗ്യാപ്പ് ഞങ്ങൾ വിട്ടുപോയി. 3 മന്ത്സിന് മുന്നേ തീരുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ട്രാവൽ ചെയ്ത ഇച്ചിരി ചടങ്ങാണ്. നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് അവർ ഒരു കാരണവശാലും നമ്മളെ കയറ്റി വിടത്തില്ല. കാരണം നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു സ്റ്റേ ഇല്ല. അതേപോലെ പെർമിറ്റ് ഞങ്ങൾക്ക് 1 വർഷത്തേക്കായിരുന്നു. അത് 2ാമത്തെ വർഷത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ വിസിറ്റർ എന്നേ അടിക്കത്തുള്ളൂ. അപ്പം റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ അവർ ഒരു കാരണവശാലും നമ്മളെ തിരിച്ചയക്കത്തില്ല. അങ്ങനെ ഒരുപാട് സംസാരിച്ചു, അവരുടെ സൂപ്പർവൈസറായിട്ട് സംസാരിച്ചു. പിന്നെ എയർപോർട്ടിൻ്റെ അവരുടെ എന്തൊക്കെ ഹെഡ് ലാസ്റ്റിൽ വന്നു. അവസാനം നല്ല ഒരു കുളമായിരുന്നു മൊത്തം. കാരണം ഞങ്ങൾ 3 hours മുന്നേ അവിടെ എത്തിയെങ്കിലും അവസാനം ഫ്ലൈറ്റ് എടുക്കേണ്ട 25 minutes ബിഫോർ അവർ തന്നെ ഞങ്ങളെ ആ ഡോർ വരെ കൊണ്ടാക്കി. കാരണം 20 minutes ബിഫോർ അവരെന്തോ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു 25 minutes ബിഫോർ എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി കയറാൻ. അപ്പം എല്ലാം ഞാൻ അവസാനം എഴുതി കൊടുത്തു. ലൈക്ക് ഞാൻ ഡൽഹിയിൽ പോയിട്ട് അവിടെ ഇമിഗ്രേഷൻ്റെ അടുത്ത് സംസാരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. കാരണം രാത്രി 10:30 ഞായറാഴ്ചയാണ്, ഒരു കടയില്ല എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ. എയർ ഇന്ത്യ വഴി എടുക്കുകയാണെങ്കിൽ ഡമ്മി ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എനിക്ക്. അപ്പം അവസാനം സംസാരിച്ച് എങ്ങനെയൊക്കെ അവർ ഞങ്ങളെ ഫ്ലൈ ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ മനസ്സിലിങ്ങനെ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എവിടെയൊക്കെ എന്തോക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റിട്ടേൺ ടിക്കറ്റ്, ഡമ്മി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏർപ്പാടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി എത്തിയിട്ട് നീ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഡൽഹിയിൽ സംസാരിക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്നാൽ ഒരു നെഗറ്റീവ് വൈബും ഉണ്ട് ഡൽഹിയിൽ. എപ്പോഴും നമുക്കറിയാം, ഡൽഹി എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം നല്ലൊരു കസ്റ്റമർ സർവീസ് അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. എന്നാൽ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചുകൂടെ സർപ്രൈസ്ഡ് ആയിരുന്നു. നമ്മൾ ഇമിഗ്രേഷനിൽ പോയിട്ട് അവർ നോക്കുവാണ്. എന്നാൽ നമ്മൾ അവരെ അങ്ങനെ സൈഡിലേക്ക് പിടിച്ചിരുത്തുവാണ്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്, റിട്ടേൺ ടിക്കറ്റ് ഇല്ല, വിസിറ്റിങ്ങിലാണ് പോകുന്നത്, അതുകൊണ്ട് സൈഡിലേക്ക് പിടിച്ചിരുത്തുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിക്കുവാണ്, നമ്മുടെ വർക്ക് പെർമിറ്റ്, നമ്മുടെ ജോബ് ഓഫർ, ഇതെല്ലാം കാണിക്കുവാണ്. എന്നാലും അവർക്കറിയേണ്ടത് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്, അതായത് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസിറ്റർ എന്നല്ലേ. അപ്പം തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എന്തായാലും ഉണ്ടാവണമെന്നാണ്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കാനഡയിലുള്ള എംബസിയെ കോൺടാക്ട് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ അവസാനം അവർ ഞങ്ങളെ കയറ്റി വിട്ടു, അതായത് ക്ലിയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ക്ലിയറായി, ഒന്ന് സമാധാനമായി. പിന്നെ ഇവിടെ കാനഡയിൽ വന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇമിഗ്രേഷനിൽ വന്നു, അവർ എല്ലാം ചെക്ക് ചെയ്തു, വേറെ സംസാരമൊന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, നോക്കുന്നു, ഓൾ ക്ലിയർ, യു ക്യാൻ ഗോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതായിരുന്നു ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ഹോറിഫിക് ഇൻസിഡൻസ്. അല്ലെങ്കിൽ ഈ നമ്മൾ പാസ്പോർട്ടിൽ നമ്മുടെ വിസ തീരുന്നതിന് ഒരു 3 മാസത്തിനിടയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം പറ്റുക, പലപ്പോഴും പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിൽ കരുതിയിരിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി, കാനഡയിലുള്ള വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ തിരിച്ച് ജോലിക്കൊക്കെ കയറി. അതാ 2 ആൾക്കാരിവിടെ നിൽപ്പുണ്ട് ഫേസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി, ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ജൂൺ വരെ പെർമിറ്റ് ഉള്ളായിരുന്നുള്ളൂ. അപ്പം
ജൂൺ ആവാറായി, അതായത് മെയ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടെൻഷനായി തുടങ്ങി. കാരണം പെർമിറ്റ് എക്സ്റ്റൻഷന് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മളടുത്ത് പറയുകയുണ്ടായി, അവർക്ക് 1 വർഷത്തേക്ക് കൂടെ ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ റെഡിയാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ 1 വർഷത്തേക്ക് കൂടെ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും നിലവിൽ കാനഡയിലാണ്. 1 വർഷത്തേക്കും കൂടെ ഞങ്ങളിവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ദേവ് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഹാപ്പിയാണ്. ഇപ്പം 1 വർഷം കഴിഞ്ഞ് ജൂനിയർ കിൻഡർ ഗാർഡൻ കഴിഞ്ഞല്ലേ? ഇനി അടുത്ത് അത് എന്താണ് സീനിയർ കിൻഡർ ഗാർഡൻ അടുത്ത് ദേവ്. കുഞ്ഞുവിന് 1 വയസ്സാവും. ഈ സെപ്റ്റംബർ ആകുമ്പോൾ കുഞ്ഞുവിന് 1 വയസ്സാവും. വീട്ടിൽ ഞങ്ങൾ കുഞ്ഞുവെന്നും വെളിയിൽ BA എന്നാണ് വിളിക്കുന്നത്. ഇത് ദേവാണ് നമ്മുടെ. ഇനി കാനഡയിലെ നിലവിലത്തെ ജോബ് ക്രൈസിസ് എന്താണെന്നും അല്ലെങ്കിൽ കാനഡയിലെ അവസ്ഥ എന്താണെന്നും നമുക്ക് നോക്കാം. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 2.5 ഇയേഴ്സ് ഞാൻ കാനഡയിലായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണ്. കാനഡയിൽ തന്നെ അവർ പറയുന്ന അവരുടെ ഹിസ്റ്ററിയിൽ അവർ ഇങ്ങനെ ഒരു ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോബ് ക്രൈസിസോ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ആണെങ്കിൽ പോലും നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ കാനഡ സ്റ്റുഡൻസിനെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ കാനഡയ്ക്ക് ഇനി മൈഗ്രൻസിനെ വേണ്ട എന്നൊരു വീഡിയോസിൽ നമ്മൾ കാണുന്നു. അതുപോലെ ഒന്നുമല്ല. നമ്മൾ ഇപ്പോഴത്തെ ഡ്രോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഡ്രോസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മൈഗ്രേഷൻ അവരിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചൊക്കെ അവർ ക്ലോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിന് തന്നെ പണ്ട് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറി വരായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അതെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു സമരം മേജറായിട്ട് നമ്മൾ കാണുന്ന സ്റ്റുഡൻസിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും. അതിൻ്റെ സത്യാവസ്ഥ അതല്ല. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സ്റ്റുഡൻറ്റ് ക്രൈസിസ് എന്താണെന്നും ഇവിടെ നടക്കുന്ന സമരം എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ബാക്കി പറയാനുള്ള കാനഡ പഴയ പോലെയൊക്കെ തന്നെയാണ്. കുറച്ച് ഇൻഫ്ലേഷനും ഹയർ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പീസ്ഫുള്ളായിട്ടും നല്ല രീതിക്കും തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നതും, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ വേറൊരു കമൻറ്റ് കണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഭയങ്കര പോപ്പുലറായതെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഇന്ത്യൻസ് ആണെന്ന്. അത് കുറച്ചൊക്കെ സത്യമാണ്. സിറ്റീസിൽ എവിടെ തിരിഞ്ഞാലും ഇന്ത്യൻസ് തന്നെയാണ്. നമ്മളത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ പോയി കഴിഞ്ഞാൽ അതൊരു ഹബ്ബാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ജോലികളുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതേപോലെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൊറൻറ്റോ, ബ്രാംപ്ടൺ, മിസിസാഗ ഇങ്ങനത്തെ പോപ്പുലർ സ്ഥലങ്ങൾ, അതായത് കാനഡയിൽ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ ജോബ്സ്, അല്ലെങ്കിൽ ഇത് പറയുന്നത് തന്നെ GTA ആണ്, ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയ, അതായത് സിറ്റി ലിമിറ്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് മൈഗ്രൻസിനെയും ഒരുപാട് ഇന്ത്യൻസിനെയും കാണാൻ പറ്റും. കാരണം അവർക്ക് ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം ഇതാണ്. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോയാൽ നമുക്ക് ജോലി പോലും കിട്ടത്തില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ അവിടെ ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ട്. അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. കാരണം അവർക്ക് ആ ലൈഫാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഈ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, നേരത്തെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന ആൾക്കാർ, വിട്ടുപോയിട്ടുള്ള ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ആക്റ്റീവായിട്ട് കാനഡയിലുള്ള കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞേക്കോ. ബൈ ബൈ.